ആരാ ആദ്യം ശവം കണ്ടത്? ഇവനാ. ഇവൻ എന്നോട് പറഞ്ഞു, ഞാൻ ഇവിടെ വന്ന് പറഞ്ഞു. എപ്പോഴാ കണ്ടത്? രാവിലെ പത്രം വരാൻ പോയപ്പോഴാ. എത്ര മണിക്ക്? ഒരു 5:30 മണിയായി കാണും. നീ ആ കുട്ടി ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല സർ. താനോ? ഇല്ല സർ. ഇവൻ വന്ന് പറഞ്ഞപ്പോ സത്യമാണെന്നറിയാൻ ഞാൻ പോയി നോക്കിയതാ. സാർ, ഇന്നലെ രാത്രി ഇതുപോലൊരു കുട്ടിയെ കണ്ട ഒരാളുണ്ട്. ആരാ? ഒരു മുറുക്കാകടക്കാരനാ. ആളെ കൊണ്ടുവന്നിട്ടുണ്ട്. അയാളെ വിളിക്ക്. സാർ. നിങ്ങൾ പോയിക്കോ, വിളിക്കുമ്പോ വരണം. ഓ. തന്റെ പേരെന്താ? നാരായണൻ. ഇന്നലെ രാത്രി താൻ ഒരു പെൺകുട്ടിയെ കണ്ടോ? കണ്ടു സാർ. ആ കുട്ടി തന്നെയാണോ മരിച്ചതെന്ന് അറിയാമല്ലോ സാർ. ഒരു പെൺകുട്ടി മരിച്ചു കിടക്കുന്നത് കേട്ടിട്ട് താൻ പോയി നോക്കിയില്ലേ? ദുർമരണം കണ്ട ഉറക്കം വരില്ല സാർ. താനെപ്പോഴാ ഈ കുട്ടിയെ കണ്ടത്? രാത്രി ഒരു 7:30 ആയി കാണും. എവിടെ വെച്ച്? എന്റെ കടയിൽ വെച്ചാ. എന്തിനാ കൊച്ചു കടയിൽ വന്നത്? സിഗരറ്റ് മേടിക്കാൻ. പെൺകുട്ടി സിഗരറ്റ് മേടിക്കാൻ വന്നു? അല്ല സാർ, ആ കുട്ടിയുടെ കൂടെ ഒരു പയ്യനും ഉണ്ടായിരുന്നു. അവരെന്ത് പ്രായം വരും? ഒരു 10-20 വയസ്സ് വരും. രാത്രി അവരവിടെ വന്ന എന്തിനാണെന്നറിയോ? അത് ഞാൻ ചോദിച്ചില്ല. താൻ കണ്ട കുട്ടി തന്നെയാണോ ഇത്? അത് പറയാൻ പറ്റില്ല സാർ, ഞാൻ ശരിക്കും കണ്ടില്ല. പിന്നെ താൻ എന്തോ കണ്ടത്? ഓ, ഈ പ്രായത്തിൽ ഒരു കൊച്ചിനെ കണ്ടെന്നാ പറഞ്ഞത്. അവര് സ്കൂട്ടറിലാ വന്നത്. സ്കൂട്ടർ റോഡിന്റെ മറുവശത്ത് വെച്ചിട്ടാ ആ പയ്യൻ കടയിലേക്ക് വന്നത്. പെൺകൊച്ചു വണ്ടിയുടെ അടുത്ത് തന്നെ നിൽക്കായിരുന്നു. ആ പയ്യനെ തന്നെ കണ്ടാ തിരിച്ചറിയോ? അതറിയും സാർ. പയ്യൻ എങ്ങനെ, പൊക്കമുണ്ടോ? പൊക്കമുണ്ട്. നല്ല വെളുത്തിട്ടാ. ഒരു കിളുന്ത് മീശം വെച്ചിട്ടുണ്ട്. അവൻ ഏത് സിഗരറ്റാ വാങ്ങിയത്? അത് ഞാൻ ഓർക്കുന്നില്ല സാർ. ചാംസ് ആണോ? അറിയില്ല സാർ. എത്ര സിഗരറ്റാ വാങ്ങിയത്? പാക്കറ്റാണോ? ആണെന്നാ തോന്നുന്നത്. ശരി, താൻ പോയിക്കോളൂ. ആ പയ്യനെ എവിടെയെങ്കിലും കണ്ടാൽ ഉടനെ ഇവിടെ വിവരം അറിയിക്കണം. ഓ. ആ കിളിയെ കൊണ്ടുവന്നിട്ടുണ്ട് സാർ. ആ പെങ്കൊച്ചു ഇന്നലെ അയാളുടെ ബസ്സിലുണ്ടായിരുന്നു പറയുന്നു. വരാൻ പറയും. കയറി നിൽക്കണം അങ്ങോട്ട്. ഇന്നലെ എപ്പോഴാ പെൺകുട്ടി തന്നെ ബസ്സിൽ കയറിയത്? ഇന്നലെ 3:15 ചാലിലുണ്ടായിരുന്നു. അങ്ങോട്ട് പറയടാ. എവിടെന്നാ കയറിയത്? സ്കൂളിന്റെ മുമ്പിൽ നിന്ന് എസ്റ്റേറ്റ് കവലയിൽ ഇറങ്ങി. എത്ര മണിക്ക്? 4:22. 4:22. കേറ് കൃത്യം. നീ എന്താ ഓരോരുത്തർ ഇറങ്ങുന്ന സമയം കുറിച്ച് വെക്കോ? അയ്യോ, അതല്ല. 4:22 എസ്റ്റേറ്റ് കവലയിൽ എത്തിയാലേ 4:24 കാവുംഭാഗത്ത് എത്താൻ പറ്റുള്ളൂ. 4:25 മേനോൻ വരും. മേനോനോ? ഒരു ബസ്സിന്റെ പേരാ സാറേ. 4:25 മുമ്പ് ഞങ്ങൾ അവിടെ ചെന്നില്ലെങ്കിൽ മറ്റേ ബസ് ഹൗസ്ഫുൾ ആയിരിക്കും. ഇന്നലെ കാവുംഭാഗത്ത് ചെന്ന് ഹൗസ്ഫുള്ളാക്കി വിടുമ്പോഴാണ് മേനോൻ വന്നത്. അതുകൊണ്ടാ 4:22 പറഞ്ഞത്. കുട്ടി ഒറ്റയ്ക്കാണോ ഇറങ്ങിയത്? അതെ സാർ. ബസ് സ്റ്റോപ്പിൽ ആരെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ല സാർ, സാധാരണ ആളുള്ള സ്റ്റോപ്പ് അല്ല അത്. ബസിന്റെ പിന്നാലെ സ്കൂട്ടറിൽ ഒരു ചെറുപ്പക്കാരൻ നീ കണ്ടോ? ഞാൻ മുമ്പിലത്തെ ഡോറിലാണ് നിൽക്കുന്നത്. നീ മുന്നിൽ നിൽക്കുവല്ലേ? പെമ്പിള്ളേർ കയറുന്ന മുമ്പിൽ കൂടാണല്ലോ. ഈ കുട്ടി ഇറങ്ങിയത് ഓർത്തിരിക്കാൻ എന്താ കാര്യം? മിനിയെ എനിക്കറിയാം. എങ്ങനെ അറിയാം? കാണാൻ കൊള്ളാന്ന് പെമ്പിള്ളേരുടെ ഒക്കെ പേര് കൊമ്മാർ പഠിച്ചു നോക്കാം സാർ. പൊയ്ക്കോ. ശരി സാർ. ഇരിക്കൂ. ആ ദേവദാസ് മേനോന്റെ മകളുടെ കേസ് എന്തായി? DIG വിളിച്ചിരുന്നു. അന്വേഷണം തുടങ്ങി സർ. ഞാൻ കണ്ണഞ്ചോട് സ്റ്റേഷനിൽ പോയിരുന്നു സർ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയോ? ഇല്ല സർ. എനി ഇൻഫർമേഷൻ? കുട്ടി 4:30 മുമ്പ് എസ്റ്റേറ്റ് കവലയിൽ ഇറങ്ങിയെന്നാണ് ബസ്സിലെ ഒരു ജീവനക്കാരൻ പറയുന്നത്. എന്നിട്ട് വീട്ടിലെത്തിയില്ല? അതറിയില്ല സർ. എത്താൻ വഴിയില്ല. എക്സ്കർഷൻ കൊണ്ടുപോയ ബാഗും മൃതദേഹത്തിനടുത്ത് നിന്ന് കിട്ടിയല്ലോ. വീട്ടിൽ ചെന്നിരുന്നെങ്കിൽ ബാഗ് അവിടെ വെക്കുമായിരുന്നു. ഒരുപക്ഷെ സ്കൂട്ടറിൽ വന്ന പയ്യൻ മിനിയെ പിക്ക് ചെയ്താണോ? പോസിബിൾ. പക്ഷെ ബോഡി റെയിലിടായിരുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ആരെങ്കിലും കണ്ട് പെട്ടെന്ന് ശവം ഇട്ടിട്ട് ഓടിയതായിരിക്കും സർ. എങ്കിലത് കണ്ട ആരെങ്കിലും ഉണ്ടാണമല്ലോ. അയാളെ എങ്ങനെ കിട്ടും? എന്തെങ്കിലും ഓഫർ വെച്ചാൽ ഒരു പക്ഷെ മുന്നോട്ട് വന്നേക്ക്. തനി ഏതായാലും വരില്ല സർ. സാക്ഷി പറയാൻ നടക്കാൻ ആർക്കാ താല്പര്യം സർ? ഈ ഘട്ടത്തിൽ അത് ഡിപ്പാർട്ട്മെന്റിനായി വേണ്ട സർ. വേണമെങ്കിൽ മേനോന്റെ പേരിൽ ചെയ്യിക്കാം സർ. മിനിയുടെ മുറി സെർച്ച് ചെയ്യാം. പിന്നെ ആ സ്കൂട്ടറിൽ വന്ന ചെറുപ്പക്കാരനെയും കണ്ടുപിടിക്കണം.